ഹായ് ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ കുറച്ച് കുഞ്ഞു പൂച്ചകൾ വന്നു. ഇതേ ഓർമ്മ ഓടണം, അതിൻ്റെ വലുത് അതേക്കുന്നു ഗായ്സ്. ചെറുത് എന്നെ കാണാൻ പറ്റുമെന്ന് കറിയില്ല, കാരണം ഇച്ചിരി ഇതാ അപ്പം കാണാൻ പറ്റുമെന്ന് കറിയില്ല. ഇച്ചിരി വിറച്ചിരിക്കുക, പിടിക്കാൻ വിചാരിച്ചത് ഇങ്ങനെ വിറച്ചിരിക്കുക ഗായ്സ്. കണ്ട് ഗായ്സ്, ഗായ്സ് ഇതെൻ്റെ വീടാണ്. ഫുള്ളും കാണിക്കണം. ഇവിടെ ഒരു പേരക്കയുടെ മരം ഉണ്ടാകുന്നത് വെട്ടി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചൂട് സമയത്താണ് ഗായ്സ് വെട്ടിയ. ഇതൊക്കെ എൻ്റെ വീടാണ്. വീടിൻ്റെ ബാക്ക് സൈഡ് ഇത് മരം, നാരങ്ങ മരം. അതിൻ്റെ പിന്നെ നല്ല മുള്ളാലോ. അത് മാത്രമല്ല, ഇവിടെ വേറൊരു ചേട്ടൻ താമസിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് ഗൈസ് ചേട്ടൻ താമസിക്കണേ. നല്ല ചേട്ടനാ, കുഴപ്പമൊന്നുമില്ല. ഇതിൽ കൂടെ പോയാൽ പിന്നെ വെള്ളത്തും. ഗായ്സ് ഇവിടെ വേറൊരു മരം ഉണ്ടായിരുന്നു, അത് വെട്ടി. അത് വളർന്നുകൊണ്ടിരിക്കുകയാണോ എനിക്കറിയില്ല, കാണാൻ പറ്റില്ല. ഇവിടെ ഫുള്ളും ഇതാ. ഇതെൻ്റെ നെയ്ബറിൻ്റെ ഹോം. ഇതും എൻ്റെ നെയ്ബറാണ് ഗൈസ്. ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ഫുള്ളും പൂക്കളാട്ടോ ഗൈസ്. ഞാൻ ഫേസ് റിവീൽ ഒന്നും ചെയ്യൂല. അവിടെ ടൂറിസ്റ്റ് കൊണ്ടിരിക്കുക, അത് എനിക്കറിയില്ല. ഈ ഇല എന്നാണെന്നറിയോ നിങ്ങൾക്ക് ഗൈസ്? അറിയാമെങ്കിൽ കമൻറ്റ് പറ. ഓക്കെ ഗൈസ്, മറ്റേ പണി കാണിച്ചു. ഞാൻ ആദ്യം കാണിച്ചത് വാഴ. ഓക്കെ, ഇത് നമ്മളിപ്പോൾ നേരെ ബാക്കിലെത്തി. ഇതിൽ കൂടെ വേണമെങ്കിൽ ഇറങ്ങി പോട്ടെ ഗൈസ്. അവിടെ ടൈലൊക്കെ ഇട്ട് വെച്ചേക്കാം. ഇതിൽ കൂടെ വേണമെങ്കിൽ ഇറങ്ങി പോകാം. ഇതിൽ കൂടെ കയറണം. അവിടെ നിന്നുകൊണ്ട് കല്ലൊക്കെ ഉയർന്നാൻ എനിക്കറിയില്ല. ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ ചാടാറുണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ കാണിക്കാറുണ്ട്. ഇവിടെ ആ ചേട്ടൻ്റെ മറ്റു കമ്പൊക്കെ വച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് കത്തിക്കാനാണ്, എൻ്റെ ചൂടുള്ളൊക്കെ കത്തിക്കണ്ട കുടിക്കാൻ. അതായിരിക്കുന്നത് ബാക്കിലുണ്ട്, കാണുന്നില്ല. പിന്നെ ഒന്നുമില്ല. ഇത് പിന്നെ ഇത് മരം തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മരമാണോ എന്ന് എനിക്കറിയില്ല. നോക്കാം ഗൈസ്.
ഇതിന് ഹായ് നാരങ്ങ ഇതിനുള്ളിലേക്ക് കുറേ നാരങ്ങയുണ്ട് എണ്ണയൊക്കെ എട്ടെണ്ണുണ്ടോ അല്ലേ ഞങ്ങളിവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് കളിക്കാറൊക്കെ ഉണ്ടാവും അപ്പോൾ അവനും കൂടി വരാറില്ല ബോളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ബാക്കി നാളെ